നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഒരു വിശ്വാസി നേടുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ഏതൊരു കാര്യവും ചോദിച്ചാൽ അല്ലാഹു തആല തരാൻ തയ്യാറാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹ് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആരക്ക്, നിങ്ങൾ എന്നോട് ചോദിക്ക്, അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹ് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏത് ആവശ്യങ്ങളും അല്ലാഹുവിനോട് ചോദിക്കണം. ആ ചോദിക്കുമ്പോൾ കൂടുതൽ പെട്ടെന്ന് ഇജാബത്ത് കിട്ടാൻ ചില മാർഗങ്ങളുണ്ട്, ചില ടിപ്സുകളുണ്ട്. ഏതൊരു കാര്യത്തിനും അതിൻ്റെ സ്ട്രൈറ്റ് ആയ വഴിയും എളുപ്പമെന്നുള്ള വഴിയും ഉണ്ടാകുമല്ലോ. അതുപോലെ പ്രാർത്ഥനകളിൽ ചില വഴികൾ നമ്മൾ ഉപയോഗിച്ചാൽ അത് ഉപയോഗിച്ചുകൊണ്ട് അതുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് തേടിയാൽ എളുപ്പമെന്ന് അതിൻ്റെ ഉത്തരം കിട്ടും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഇസ്മുകളിൽപ്പെട്ട, അങ്ങനെ നമുക്ക് എളുപ്പമെന്ന് ഇജാബത്ത് കിട്ടാൻ കാരണമാകുന്ന ഒരു ഇസ്മ, അള്ളാഹുവിൻ്റെ നാമം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഇസ്മ പറഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹുവിൻ്റെ അർശ് കിടുങ്ങുകയും അത് അർശിന്റെ ആ ഒരു കിടുക്കം കാരണം, ആ ഒരു വിറയൽ കാരണം നമ്മുടെ ഇജാബത്ത് അല്ലാഹു തആല പെട്ടെന്നാക്കുകയും ചെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്ന ഒരു ദിക്റാണ്. അപ്പൊ അത്രത്തോളം മഹത്തരമുള്ള ഒരു ദിക്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാര്യങ്ങളെല്ലാം നടത്തി തരുന്നത് ജഗന്നിയന്താവായ ജഗപരിപാലകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണെന്ന് നമുക്കറിയാം. അപ്പൊ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ, ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ എന്തിനും നമുക്കുള്ള ഒരു മാർഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ആയുധമാണ് എന്നാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ ആയുധമാണ് പ്രാർത്ഥന. ഒരു മനുഷ്യന് അവന്റെ ആയുധം പ്രയോഗിക്കേണ്ടി വരുന്ന ഘട്ടങ്ങളുണ്ട്. അത് ഭൗതികമായി ചില പ്രതിസന്ധികളിലേക്ക് അവൻ കടന്നു ചെല്ലുമ്പോൾ, ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് അക്രമം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആയുധം പ്രയോഗിക്കുന്നത് പോലെ ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ പടിപടിയായി കടന്നു വരുമ്പോൾ അതിൽ നിന്ന് കരകയറാനുള്ള ഒരു ആയുധമാണ്, ഒരു ഉപാധിയാണ് എന്ത് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെയും ദ്വാരക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. ഇജാബത്ത് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം നമുക്കിടയിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് ഇജാബത്തിന്റെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ദുആരെന്ന് കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ അള്ളാഹു ഉത്തരം തരണമെന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്. ഒരു പ്രാർത്ഥനയുടെ ഇജാബത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് 3 രീതിയിലാണ്. ഇജാബത്ത് 3 രീതിയിലാണ്. ഒന്നാമതായി പ്രാർത്ഥനയുടെ ഇജാബത്ത്, നമ്മൾ എന്താണോ ദുആരക്കുന്നത് അതേപോലത്തെ കാര്യം അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ തരിക. ഇതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഇജാബത്ത്. ഇത് മാത്രമല്ല ഇജാബത്ത് എന്ന് പറയുന്നത്. ദുആ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് ഇജാബത്ത് ഉറപ്പാണ്. പക്ഷെ ആ ഇജാബത്തിന്റെ രീതി 3 തരത്തിലാണ്. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന കാര്യം എങ്ങ് കിട്ടുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് മാത്രമല്ല ഇജാബത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായി ഇജാബത്ത് 3 രീതിയിലാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമതായി ഇജാബത്ത് എന്ന് പറഞ്ഞത് ചോദിക്കുന്ന കാര്യം അതേപടി നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹു തരിക. രണ്ടാമത്തെ ഇജാബത്ത് രീതി എന്ന് പറഞ്ഞാൽ, നമ്മളൊരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്ന് കരുതുക, പക്ഷെ അതിന്റെ ഉത്തരം അള്ളാഹു തആല തരികയില്ല. അതിന്റെ പിന്നിൽ അള്ളാഹുവിന് ചില ലക്ഷ്യങ്ങളും ചില വീക്ഷണങ്ങളുമുണ്ട്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഖൈറെന്ന് എന്നെക്കാളും അറിയുന്നത് അല്ലാമുൽ ഉയൂബായ പടച്ചതമ്പുരാനാണ്. അപ്പൊ അള്ളാഹു തആലയോട് ഞാനിപ്പോ ഒരു വീട് വേണം, എനിക്കൊരു വാഹനം ആവശ്യമാണ്, അല്ലെങ്കിൽ എൻ്റെ മകളെ ഇന്ന സമയത്തിനുള്ളിൽ വിവാഹം കഴിച്ചയക്കണം എന്നൊക്കെ ഞാൻ നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് വീട് ലഭിക്കുന്നില്ല, എനിക്ക് വാഹനം ലഭിക്കുന്നില്ല, എൻ്റെ മകളുടെ വിവാഹം നടക്കുന്നില്ല. എന്താണ് അതിന്റെ കാരണം? അത് നമുക്കിപ്പോ ഖൈറല്ലാത്തത് കൊണ്ടാണ്. അള്ളാഹ് നിശ്ചയിക്കുന്ന സമയത്താണ് അത് ഖൈറായി മാറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ദുആരക്കുമ്പോൾ രണ്ടാമത്തെ ഇജാബത്തിന്റെ രീതി, നമുക്ക് അല്ലാഹു തആല നമ്മൾ ചോദിക്കുന്ന കാര്യം ഉത്തരമായി നൽകുകയില്ല. പക്ഷെ എന്ത് ചെയ്യും? ആ ചോദിക്കുന്ന പ്രാർത്ഥനയുടെ കാരണത്താൽ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന, അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള, അള്ളാഹുവിന്റെ ഖദറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും ഒരു മുസീബത്ത്, ഒരു ബലാ, ഒരു അപകടം, അത് അല്ലാഹു തആല ഈ പ്രാർത്ഥന കാരണമായി തടഞ്ഞു വെക്കുകയാണ്. അതൊരു ഇജാബത്തിന്റെ രീതിയാണ്. രണ്ടാമത്തെ ഇജാബത്തിന്റെ രീതിയാണത്. മൂന്നാമതായി ഇജാബത്തിന്റെ രീതി എന്ന് പറയുന്നത്, നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം അത് അല്ലാഹു തആല ദുനിയാവിൽ നമുക്ക് തരില്ല.
അതിന്റെ പിന്നിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ലക്ഷ്യങ്ങളുണ്ടാകും. നമുക്ക് എന്താണ് ഹൈർ എന്ന് അള്ളാഹുവിനാണ് അറിയുന്നത്. അതുകൊണ്ട് നമുക്ക് ഹൈറല്ലാത്ത കാര്യമായതിനാൽ അള്ളാഹ് അതിനെ തടഞ്ഞു വെക്കും. പക്ഷെ നമുക്കതറിയില്ല. എന്നിട്ട് എന്താ അള്ളാഹ് ചെയ്യുന്നത്? മൂന്നാമത്തെ ഇജാബത്തിന്റെ രീതിയാണ് ഞാൻ പറയുന്നത്. അള്ളാഹു തആല നമ്മൾ ചോദിച്ച കാര്യത്തെ അള്ളാഹു പിടിച്ചു വെക്കും. അതിന്റെ ഇജാബത്ത് ദുനിയാവിൽ തരില്ല. പിന്നെയോ ആഖിറത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, പരലോക ജീവിതത്തിൽ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, സ്വർഗത്തിൽ അല്ലാഹു തആല ജനങ്ങളെ വിളിച്ചുകൂട്ടുമത്രേ. ദുആഇന് ഇജാബത്ത് ലഭിക്കാത്ത ചില ആളുകളെ വിളിച്ചിട്ട് അല്ലാഹ് പറയും, നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, ആ കാണുന്ന മാളിക നീ കണ്ടുവോ, ആ കാണുന്ന തോട്ടം നീ കണ്ടുവോ, ആ അനുഗ്രഹം നീ കാണുന്നുവോ, അതൊക്കെ എന്തിനാണ് നിനക്ക് ഞാൻ നൽകുന്നത് എന്നറിയുമോ? ദുനിയാവിൽ വെച്ച് നീ ഇന്നൊരു പ്രയാസം വന്നപ്പോൾ എന്നോട് ചോദിച്ചില്ലായിരുന്നോ? ഇന്നൊരു സങ്കടം വന്നപ്പോൾ അതൊന്ന് തുറസമായി കിട്ടാൻ നീ എന്നോട് പ്രാർത്ഥിച്ചില്ലായിരുന്നോ? പക്ഷെ നിനക്കന്ന് ഞാൻ ഉത്തരം തന്നില്ലല്ലോ. ആ മനുഷ്യൻ പറയും, അതെ അല്ലാഹ്, ഞാൻ നിന്നോട് ചോദിച്ചിരുന്നു, പക്ഷെ എനിക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല. അപ്പോഴാണ് അല്ലാഹ് പറയുന്നത്, അന്ന് ഞാൻ നിനക്കത് തരാതിരുന്നു എങ്കിലും അത് നിന്റെ നന്മയുദ്ദേശിച്ചുകൊണ്ടാണ്. അങ്ങനെ തരാതിരുന്നു എന്നതിന്റെ പേരിൽ നിനക്ക് ആഖിറത്തിൽ സന്തോഷമുണ്ടാകാൻ വേണ്ടി ആ പ്രാർത്ഥനയുടെ ഇജാബത്തായിട്ട് ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ച അനുഗ്രഹമാണ് ദുആ കാണുന്നത്. ആ കാണുന്ന കൊട്ടാരം, ആ കാണുന്ന മാളിക, ആ കാണുന്ന തോട്ടം, ആ കാണുന്ന അനുഗ്രഹം എന്ന് അല്ലാഹു തആല പറയുകയാണ്. അപ്പൊ ഇതും ഒരു ഇജാബത്താണ്. അങ്ങനെ 3 രീതിയിലാണ് പ്രാർത്ഥനയുടെ ഇജാബത്ത് അല്ലാഹു തആല നമുക്ക് നൽകുന്നത്. ഇനി ഞാൻ ആദ്യം വീഡിയോയുടെ ഹൈലൈറ്റിൽ നിങ്ങൾ കണ്ട കാര്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഇജാബത്ത് ലഭിക്കാൻ ചില കുറുക്കുവഴികളുണ്ട്, ചില മാർഗങ്ങളുണ്ട്. അതായത് നമ്മൾ ഏതൊരു കാര്യത്തിലേക്കും സ്ട്രെയിറ്റ് ആയ ഒരു വഴിയും ഉണ്ടാകും, എളുപ്പം എത്തിച്ചേരാനുള്ള ഒരു വഴിയും ഉണ്ടാകും. സ്വാഭാവികമാണല്ലോ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ദിക്ർ, അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് നമുക്കറിയാം. അള്ളാഹുവിന് 100-ൽ പുറത്ത് നാമങ്ങളുണ്ടെന്നും ഒരുപാട് ഖൗലുകൾ ആ ഒരു വിഷയത്തിൽ വരുന്നുണ്ട്. 99 നാമങ്ങളുണ്ടെന്നും 101 നാമങ്ങളുണ്ടെന്നും 1000-ൽ പരം നാമങ്ങളുണ്ടെന്നും 1,24,000-ൽ പരം നാമങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനുണ്ട് എന്നും ഒക്കെ പല ഖൗലുകളുണ്ട്. എന്നാലും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന് 99 നാമങ്ങളുണ്ടെന്നാണ് പ്രബല അഭിപ്രായം. അതിൽ നിന്ന് ഒരു നാമമാണ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാമി യാ അല്ലാഹ് എന്നുള്ള ദിക്ർ. എങ്ങനെയാണ്? യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാമി യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാമി യാ അല്ലാഹ്. ഈ ഒരു ഇസ്മ വലിയ മഹത്തരമായ ഇസ്മാണ്. ഈ ഇസ്മ 15 പ്രാവശ്യം ഉരുവിട്ടിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഹംദും സ്വലാത്തും പറഞ്ഞു കഴിഞ്ഞ് 15 തവണ ഈ ഇസ്മ ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ ഏതൊരു കാര്യം അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹുവിന്റെ അർശ് പോലും കിടുങ്ങുന്ന വിറയ്ക്കുന്ന ദിക്റാണത്രേ, നാമമാണത്രേ, അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട നാമമാണത്രേ ഈ നാമം. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉറപ്പായും ഉത്തരം നൽകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അത്ര മഹത്തരമായ ഒരു ദിക്റാണ്. ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കണം. ഈ നാമം ഉരുവിട്ടുകൊണ്ട് 15 തവണ ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് ദുആരെന്നാൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും അള്ളാഹു തആല സാധിച്ചു തരും. അള്ളാഹു സാധിപ്പിച്ച് നൽകുമാറാകട്ടെ എന്ന് ദുആരെന്നുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.